നടി റീമ കല്ലിങ്കലിൻ്റെ ലഹരി പാർട്ടികളെ കുറിച്ച് ഗായിക സുചിത്ര നടത്തിയ വെളിപ്പെടുത്തലിൽ WCCയും സിനിമാ ലോകവും മാത്രമല്ല മലയാളി സമൂഹം നടുങ്ങിയിരിക്കുകയാണ്. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ അന്വേഷണം നടന്നാൽ കുടുങ്ങുന്നത് WCCയിലെ പ്രമുഖർ തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. WCC വക്താവിനെ പോലെ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്ന വിവാദ മാധ്യമ പ്രവർത്തകയുടെ റോളും ചർച്ചയാകുന്നുണ്ട്. റീമ കല്ലിങ്കലിൻ്റെ പാർട്ടികളിൽ സ്ഥിരം സാന്നിധ്യമായ ഈ മാധ്യമപ്രവർത്തക കൊച്ചിയിൽ നടന്ന കട്ടിംഗ് സൗത്ത് വിഘടനവാദ മാധ്യമ കോൺക്ലേവിൻ്റെ സംഘാടകയുമായിരുന്നു. കൊച്ചിയിലും ബാംഗ്ലൂരിലുമായി നടക്കുന്ന പാർട്ടികളിൽ ഇവരുടെ റോൾ ദുരൂഹമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലഹരി മരുന്ന് ഉപയോഗം, ആ മരുന്ന് ഉപയോഗത്തിൻ്റെ പരാമർശം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ക്ഷണിച്ചു വരുത്താൻ പര്യാപ്തമാണ്. മട്ടാഞ്ചേരി മാഫിയയുടെ ലഹരി മരുന്ന് കള്ളപ്പണ ഇടപാടുകൾ നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ഗായിക സുചിത്രയുടെ ആരോപണം അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. അന്വേഷണം ലഹരി മരുന്ന് വിഷയത്തിലേക്ക് കടക്കുമെന്ന അങ്കലാപ്പിൽ അമ്മ സംഘടനയുമായി സന്ധി ചെയ്യാൻ തയ്യാറാണെന്ന് WCC വക്താക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയതും ശ്രദ്ധേയമാണ്. അമ്മയിൽ നിന്ന് രാജിവെച്ചു പോയ WCCക്കാർ തിരികെ എത്താൻ തയ്യാറാണെന്നാണ് അനുരഞ്ജനത്തിലെ വാഗ്ദാനം. ആ ചർച്ചയിലെ വാഗ്ദാനം അതാണ്, അവർ എല്ലാവരോടും തിരിച്ചു വന്നേക്കാം. അതേസമയം ഗായിക സുചിത്ര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുമ്പോൾ ചർച്ചയാകുന്നത് മുഴുവൻ സിനിമയിലെ മയക്കുമരുന്ന് മാഫിയ ഇടപെടൽ തന്നെയാണ്. കൊച്ചിയിൽ റീമ കല്ലിങ്കലിൻ്റെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ പെൺകുട്ടികളും യുവാക്കളും ഉൾപ്പെടെ പങ്കെടുത്തുവെന്നാണ് ഉയരുന്ന ആരോപണം. മട്ടാഞ്ചേരി മാഫിയ എന്നൊരു വിഭാഗം സിനിമയിലുണ്ടെന്ന്, അവർ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നുവെന്ന് നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇത് സൂചിപ്പിച്ചിരുന്നു. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഹേമ കമ്മിറ്റിക്ക് മൊഴി കിട്ടിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന. ഇതിനിടെയാണ് ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തൽ ചർച്ചകളിൽ നിറയുന്നത്. ഇതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. റിമയുടെ കരിയറിനെ ഇത്തരം പാർട്ടികളിൽ ബാധിച്ചിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു. ഒരു പാർട്ടിയിലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കൾ അവിടെ ഉപയോഗിച്ചിരുന്നുവെന്നതാണ് തൻ്റെ അറിവെന്നും ഗായിക പറയുന്നു. ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന പാർട്ടികൾ നടത്തുന്ന റീമ കല്ലിങ്കൽ വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആരും ചോദ്യം ചെയ്യുന്നില്ല. വനിതാ ശാക്തീകരണം റീമ സ്വയം തീരുമാനിച്ച് ആരംഭിച്ചതാണോ എന്നും ഗായിക ചോദിക്കുന്നു. ഏതായാലും ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലിൽ റീമ കല്ലിങ്കൽ ഒരു ചെറിയ മീനല്ല.